ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ മലയാളികൾ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ വിഷമയവും. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഭൂരിഭാഗവും വിഷാംശമുള്ളവയാണ്. നമ്മുടെ നാട്ടിൽ കൃഷി കുറഞ്ഞതോടെ പഴം, പച്ചക്കറികൾക്കായി അന്യ സംസ്ഥാനങ്ങളെയാണ് നാം ആശ്രയിക്കുന്നത്. അമിതമായി കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിച്ച് വിളയിച്ചെടുക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് ഇന്ന് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നത്. പഴങ്ങളും പച്ചക്കറികളും ഫ്രഷായി ഇരിക്കാൻ പ്രത്യേക കീടനാശിനികൾ തന്നെ തെളിക്കുന്നുണ്ട്. ഇന്ന് ലഭ്യമായ ഭക്ഷ്യവസ്തുക്കളിൽ ഭൂരിഭാഗവും വിഷമയമുള്ളവയാണ്. ആരോഗ്യകരമായ ഭക്ഷ്യവസ്തുക്കൾ വിളയിക്കുക എന്ന ലക്ഷ്യത്തോടെ പാട്ടഭൂമിയിൽ പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന കർഷകനാണ് മൂക്കന്നൂരിലെ തോമസ്. കൃഷിവകുപ്പിലെ ജീവനക്കാരനായ ഇദ്ദേഹം ജോലിയുടെ ഭാഗമായിട്ടാണ് ഇടുക്കിയിൽ നിന്ന് അങ്കമാലിക്കടുത്തുള്ള മൂക്കന്നൂരിൽ എത്തുന്നത്. ജോലിയോടൊപ്പം ജൈവകൃഷി നടത്തുന്ന തോമസും കുടുംബവും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 4 വർഷം മുമ്പ് ആരംഭിച്ച ജൈവകൃഷിയിലൂടെ ഗ്രാമത്തിലെ പ്രധാന കർഷകനായി ഇദ്ദേഹം വളർന്നു കഴിഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന പച്ചക്കറി നമ്മുടെ ഈ പരിസ്ഥിതിയെയും നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെയും ഒക്കെ ഹാനികരമായി ബാധിക്കുന്ന വിധത്തിലുള്ള ഹരരാസ മാലിന്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വസ്തുത നമ്മളെല്ലാവരും ഇതിനോടൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞാണ്. ഈ സാഹചര്യത്തിൽ ജൈവ പച്ചക്കറി എന്ന ഒരു ആശയം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയും അത് പ്രാവർത്തികമാക്കാൻ ഒട്ടേറെ ആളുകൾ ഇന്ന് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗം ആയിട്ട് തന്നെയാണ് ഇവിടെ കർഷകൻ്റെ കട എന്ന ഒരു സംരംഭത്തിൽ ജൈവ പച്ചക്കറിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടങ്ങളുള്ളത്. ജൈവ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ജീവാണു വളങ്ങൾ തൊട്ടടുത്ത തൃശ്ശൂരിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ എത്തിക്കുകയും ഞാൻ ഉപയോഗിക്കുന്നതോടൊപ്പം മറ്റ് കർഷകർക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത് വഴി രാസ കീടനാശിനികളുടെ ഉപയോഗം ഗണ്യമാക്കി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറയ്ക്കുന്നത് വഴി ഇവിടെ ലഭിക്കുന്ന ഭക്ഷണത്തിൽ ഹരരാസ മാലിന്യങ്ങളുടെ അളവ് വളരെയധികം കുറവായിരിക്കും. അതുതന്നെ മറ്റുള്ളവർക്കൊരു പ്രചോദനമായി ഉൾക്കൊള്ളാവുന്നതാണ്. രാസകീടനാശിനികൾ, ഹോർമോണുകൾ, ആൻറ്റിബയോട്ടിക്കുകൾ എന്നിവയാൽ വിഷലിപ്തമാക്കിയ ഭക്ഷ്യവസ്തുക്കൾ തീന്മേശയിലെത്തുമ്പോൾ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഈ ഭക്ഷ്യവസ്തുക്കളിലൂടെ ക്യാൻസർ, ഹൃദ്രോഗം തുടങ്ങിയ മാരക രോഗങ്ങളാണ് ഉണ്ടാകുന്നത്. കുട്ടികൾ മുതൽ വൃദ്ധർ വരെ ഇഷ്ടപ്പെടുന്ന ബ്രോയിലർ കോഴികൾ നിത്യേന ഭക്ഷിച്ചാൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകും. ഒരു കോഴിയുടെ ജീവിതകാലം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന വളർച്ചയും തൂക്കവും 45 ദിവസം കൊണ്ടാണ് ബ്രോയിലർ കോഴികൾ ഉണ്ടാക്കുന്നത്. മാരകമായ വിഷവസ്തുക്കളാണ് ഇതിനായി കോഴി ഫാമിൽ ഉപയോഗിക്കുന്നത്. 10 വയസ്സുള്ള ഒരു കുട്ടി തുടർച്ചയായി 2 വർഷം ബ്രോയിലർ കോഴിയെ ഭക്ഷ്യവസ്തുവായി ഉപയോഗിച്ചാൽ കുട്ടിക്ക് കിട്ടുന്നത് 15 വയസ്സിൻ്റെ അധിക വളർച്ചയാണ്. ഇത്തരത്തിലുള്ള വളർച്ച എല്ലാവരിലും ഉണ്ടാകുന്നതോടൊപ്പം രോഗങ്ങളും ഉണ്ടാകും. പച്ചക്കറിയുടെ കാര്യത്തിൽ മാത്രമല്ല, കേരളം ആശ്രയിക്കുന്ന വലിയൊരു വിപത്ത് ഇറച്ചിക്കോഴികളെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ളതാണ്. ബോയിലർ കോഴികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പൊതുജനങ്ങൾക്കുണ്ടാക്കുന്ന മാരകമായ പ്രശ്നങ്ങളെക്കുറിച്ച് അനേകം തവണ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും പൊതുജനം ഗണ്യമാക്കാറില്ല എന്നുള്ള വസ്തുത വളരെ വേദനാജനകമാണ്. 24 മാസം കൊണ്ട് പ്രായപൂർത്തിയാക്കേണ്ട അല്ലെങ്കിൽ മാംസത്തിനെ ആഹരിക്കാൻ തക്ക രീതിയിൽ വളരേണ്ട കോഴികളെയാണ് വെറും 45 ദിവസം കൊണ്ട് 1.5 മാസം കൊണ്ട് അതിനെ കൃത്രിമ ആഹാരങ്ങളും ഹോർമോണുകളും നൽകിയും കുത്തിവെച്ചും പ്രേരിപ്പിച്ചും ഉത്തേജിപ്പിച്ചും അതിനെ വളർത്തി നമ്മുടെ കടകളിൽ എത്തിച്ച് നമ്മൾ ആഹരിക്കുന്നത്. അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെയാണ്. അതുകൊണ്ട് അതിനെ ചെറുക്കുവാൻ കൂടി നമ്മളൊരു സംരംഭം എന്ന നിലയിൽ ആളുകളെല്ലാം പൊതുസമൂഹം മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇപ്പം കോഴികളെ നമ്മുടെ വീട്ടിൽ വളർത്താം. മുട്ട ഇടുന്ന കോഴികളെ പുറത്തഴിച്ചു വിടാത്ത രീതിയിൽ മുട്ട പുറത്തേക്ക് വന്ന്
അല്ലെങ്കിൽ അതിൻ്റെ ആഹാരവും വെള്ളവും എല്ലാം അതിന് നൽകത്തക്ക രീതിയിൽ ക്രമീകരണങ്ങളുള്ള നല്ല കോഴിക്കൂടുകൾ ഇപ്പോൾ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. സർക്കാർ അംഗീകരിച്ച കോഴിക്കൂടുകളുണ്ട്. ലോക്കലിൽ ഇവിടെയൊക്കെ നമുക്കത് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്തരം കോഴി വളർത്തലിൽ കൂടെ ഞങ്ങളുടെ ഈ കർഷക കട എന്ന് പറയുന്ന സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആധുനികമായ ജീവിത രീതികളെ തുടർന്ന് മലനിരകൾ നിരപ്പാക്കുകയും കൃഷിയിടങ്ങൾ നികത്തുകയും ചെയ്യുന്ന രീതി വർദ്ധിക്കുകയാണ്. ഭൂമിയുടെ ലഭ്യതക്കുറവാണ് ഇതിനായി നാം നിരത്തുന്ന കാരണം. മലകളും വൃക്ഷങ്ങളും കൃഷിയിടങ്ങളും നശിക്കുമ്പോൾ നമ്മുടെ ജീവിത വ്യവസ്ഥ തന്നെ തകരാറിലാവുകയാണ്. നമുക്ക് ചുറ്റും ചെയ്യാവുന്ന പ്രകൃതി സംരക്ഷണ രീതികളെക്കുറിച്ചും കൃഷിവിളകളെക്കുറിച്ചും നാം ആലോചിച്ച് നടപ്പാക്കണം. ഭക്ഷ്യവസ്തുക്കളും ശുദ്ധവായുവും മാലിന്യങ്ങളില്ലാത്ത ജലവും ലഭ്യമല്ലെങ്കിൽ ജീവൻ നിലനിർത്തുവാൻ സാധിക്കുകയില്ല. പ്രകൃതിയെയും പരിസരത്തെയും നശിപ്പിക്കുന്ന തരത്തിലാണ് മാലിന്യങ്ങൾ കുന്നുകൂടുന്നത്. വായുവിനെയും ജലത്തെയും മലിനപ്പെടുത്തുന്ന ഈ മാലിന്യങ്ങൾ നാം വിചാരിച്ചാൽ ഇല്ലാതാക്കാം. ഓരോ കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും മാലിന്യങ്ങൾ നശിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. മാലിന്യങ്ങൾ കുന്നുകൂടുമ്പോൾ പ്രകൃതിയിലെ സസ്യങ്ങൾ നശിക്കുന്നു, ജലം മലിനമാകുന്നു, അന്തരീക്ഷം ദുർഗന്ധപൂരിതമാകുന്നു. ഇതിലൂടെ രോഗങ്ങളാണ് ഉണ്ടാകുന്നത്. പോയ കാലങ്ങളിലൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ അടുക്കള തോട്ടങ്ങളോ ചീരയോ വാഴയൊക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ പഴയ പല പഴഞ്ചൊല്ലുകളിലും വാഴ നനയുമ്പോൾ ചീര നനയണം എന്നൊക്കെയുള്ള ചൊല്ലുകൾ വളരെ ശ്രദ്ധേയമാണ്. പണ്ടൊക്കെ പല്ല് തേച്ചിട്ട് നമ്മൾ മുഖം കഴുകുന്നത് ഒരു വാഴയുടെ ചുവട്ടിലേക്കായിരിക്കും. ആ വാഴയ്ക്കും വെള്ളം, ഒപ്പം നടുന്ന ഒരു ചീരയ്ക്കും വെള്ളം എന്നൊക്കെയാണ്. ഇന്നിപ്പം വാഴയും ചീരയും ഒക്കെ നിന്ന സ്ഥാനത്ത് വലിയ കാർപോർച്ചുകളായി ടൈലുകളിലിട്ടു. അവിടെയൊക്കെ ഇറക്കുമതി ചെയ്ത വാഹനങ്ങളുടെ വലിയൊരു വ്യൂഹമാണ് കാണുന്നത്. അതൊക്കെ കഴുകി തുടയ്ക്കാനും ക്ലീൻ ചെയ്യാനുമൊക്കെയാണ് ഇന്ന് സമയങ്ങൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മളുടെ ഭവനങ്ങളിലൊക്കെ പണ്ട് ഒരു വിശേഷ ദിവസങ്ങളിൽ ആളുകൾ കടന്നു വരുമ്പം, ബന്ധുക്കളും മറ്റ് ബന്ധുമിത്രാദികളൊക്കെ കടന്നു വരുമ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു രീതിയാണെങ്കിൽ ഇന്ന് ബന്ധുമിത്രാദികളൊക്കെ കടന്നു വരുമ്പം എല്ലാവരും ഒന്നിച്ച് പുറത്തു പോയി ഭക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് പഴയ നമ്മുടെ വീടുകൾ, തറവാടുകളൊക്കെ നശിച്ച് അണുകുടുംബങ്ങളായപ്പം നമ്മുടെ വീടുകളിൽ പണ്ടൊക്കെ ഒരു 100 മീറ്റർ അകലെയായിരുന്നു നമ്മുടെ ബാത്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് ചെയ്തിരുന്നതെന്ന്. എല്ലാ മുറികളിലും ടോയ്ലറ്റാണ്. ഇന്നൊരു വീട്ടിലൊരു ആഘോഷം നടക്കുമ്പം എല്ലാവരും പുറത്തു പോയി ഭക്ഷണം കഴിച്ചിട്ട് അകത്ത് വന്ന് വെളിക്കിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെടി വെച്ച് പിടിപ്പിക്കുന്നതിനുള്ള ഒരു ആർജവം നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൈമോശം വന്നു പോയിട്ടുണ്ട്. മലയാളികളുടെ പാരമ്പര്യമായ കൃഷിയാണ് നെൽകൃഷി. നെൽകൃഷിയിലൂടെ പ്രകൃതിക്കും മനുഷ്യനും വളരെയേറെ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. പച്ചവിരിച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങൾ മനസ്സിനും ശരീരത്തിനും നൽകുന്ന കുളിർമയും സന്തോഷവും ആരോഗ്യപരമായ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. വിശാലമായ കൃഷിയിടങ്ങളും നെൽവയലുകളോട് ചേർന്ന് നിൽക്കുന്ന തെങ്ങുകളും ഭൂമിയിൽ ജലലഭ്യത വർദ്ധിപ്പിക്കുന്നു. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാതെ പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ കൃഷികൾ ചെയ്യുമ്പോൾ നന്മയുടെ ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. വർദ്ധിച്ചു വരുന്ന ജലക്ഷാമം പരിഹരിക്കാനും ശുദ്ധവായുവിൻ്റെ ലഭ്യത ഉറപ്പാക്കുവാനും നെൽകൃഷിയും വളർച്ച നേടണം. കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ശരിക്കും വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്ര എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്നതാണ്. കേരളത്തിലെ സമൃദ്ധമായ പുഴകളുണ്ട്. 44 പുഴകൾ. അനുഗ്രഹിക്കപ്പെട്ട നാടാണ്. 3 എണ്ണം കിഴക്കോട്ട് ഒഴുകുന്നു, ബാക്കി 41 എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. ഇതൊക്കെ നമുക്ക് കുറേ കാലഘട്ടങ്ങളിൽ കഴിയുമ്പം ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് വരും. കാരണം ഇവിടെ കൃഷിയില്ല. കൃഷിയിടങ്ങളിൽ നിന്നാണ് നമ്മുടെ മണ്ണിലേക്ക് ആവശ്യത്തിനുള്ള ജലം സംഭരിക്കപ്പെടുന്നത്. ഇന്ന് നെൽപ്പാടങ്ങളെല്ലാം കൂട്ടത്തോടെ നികത്തപ്പെടുന്നു.
കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന അഗ്രോ സർവീസ് സെൻ്ററുകൾ തുടങ്ങിയിട്ടുള്ളത്. അതിൽ അത്യാധുനിക യന്ത്രങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. അവിടെ ഈ യന്ത്രങ്ങളൊക്കെ പരിശീലനം ലഭിച്ച ആളുകൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ വന്ന് പണി ചെയ്യുന്നൊരു സ്കീമൊക്കെ നമുക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതൊന്നും അത്ര പ്രാവർത്തികമാക്കി നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള പ്രാപ്തി ആ ഡിപ്പാർട്ട്മെൻറ്റിന് എത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ജൈവകൃഷിയുടെ പ്രചരണമാണ് ഇന്ന് സംസ്ഥാനത്ത് സംസാര വിഷയം. ഇതിനായി നല്ലൊരു തുക ചിലവഴിക്കുന്നുമുണ്ട്. പാരമ്പര്യമായ കൃഷിരീതിയാണ് ഈ പറയുന്ന ജൈവകൃഷി. പ്രകൃതിയെയും മണ്ണിനെയും നശിപ്പിക്കാതെ നമ്മുടെ പൂർവികർ നടത്തിയിരുന്ന കൃഷിരീതിയാണ് ജൈവകൃഷിയും സീറോ ബഡ്ജറ്റ് കൃഷിയും. എല്ലാ ജീവജാലങ്ങൾക്കും ആരോഗ്യപരമായി വളരുവാൻ ഈ കൃഷിരീതിയിലൂടെ സാധിച്ചിരുന്നു. ഇന്ന് തൊടുന്നതിനെല്ലാം വില വർദ്ധിച്ചു. കാർഷിക വിളകൾക്ക് മാത്രം വിലയില്ല. ചിലവ് കാശ് ലഭിക്കാത്ത അവസ്ഥയാണ് കർഷകർക്കുള്ളത്. നഷ്ടങ്ങൾ സഹിച്ച് കടം വാങ്ങി കർഷകർ കൃഷി ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ? ജൈവകൃഷി പ്രചരണത്തിനും മറ്റും ചെലവാക്കുന്ന പണം കർഷകർക്ക് നഷ്ടം നികത്താൻ നൽകണം. ഓരോ കർഷകനും ഉൽപ്പാദിപ്പിക്കുന്ന വിളകളുടെ തൂക്കമനുസരിച്ച് അവൻ്റെ വിളകൾക്ക് കർഷകർ നിശ്ചയിക്കുന്ന ന്യായമായ വില ലഭിക്കുവാനുള്ള സൗകര്യം ഒരുക്കുകയോ ചെയ്താൽ സംസ്ഥാനത്ത് കാർഷികമായ വളർച്ചയുണ്ടാകും. കേരളത്തിൽ കൃഷി പ്രോത്സാഹിപ്പിക്കാനായിട്ട് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഒട്ടേറെ പദ്ധതികളും അതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ചിലയിടങ്ങളിലെങ്കിലും യഥാർത്ഥ കർഷകർ അവഗണിക്കപ്പെടുന്നുണ്ടോ എന്നൊരു സന്ദേഹം ഇപ്പോഴും ഇല്ലാതില്ല. കഴിഞ്ഞ കാലങ്ങളിലായിട്ട് പൊതുസമൂഹം ചർച്ച ചെയ്തൊരു വിഷയമാണ് ഒരു കർഷകൻ്റെ ഉൽപ്പന്നത്തിന് ആനുപാതികമായ രീതിയിൽ അവന് സബ്സിഡി കൊടുക്കുക എന്നുള്ളത്. വളരെ പ്രായോഗികമായ തലത്തിൽ ചിന്തിക്കുമ്പം വളരെ എളുപ്പമുള്ളൊരു കാര്യമാണത്. പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും ഉൽപ്പാദനത്തിന് എന്നതുപോലെ പാൽ ഉൽപ്പാദനത്തിലും മായമാണ്. ശുദ്ധമായ പാൽ ലഭിക്കുവാൻ ബുദ്ധിമുട്ടാണ്. പാക്കറ്റ് പാലിൽ നിന്ന് ലഭിക്കുന്നത് കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന പാലാണ്. ഇതിന് പാലിൻ്റെ ഗുണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. പശുഫാമുകളിൽ പാലുൽപാദനം വർദ്ധിപ്പിക്കുവാൻ വിവിധ തരം മെഡിസിനുകളും ഹോർമോണുകളുമെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. തീറ്റകളിലും ജലത്തിലും മിക്സ് ചെയ്താണ് ഇവ നൽകുന്നത്. ഈ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ നിത്യേന ഉപയോഗിച്ചാൽ രോഗങ്ങളുണ്ടാകും. മനുഷ്യരെ പോലെ മൃഗങ്ങളെയും സ്നേഹിക്കുന്ന കർഷകരുടെ ഫാമുകളിൽ നിന്ന് നല്ല പാൽ ലഭിക്കും. സഹജീവി സ്നേഹമുള്ളവർക്ക് ദുഷിച്ച കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന വേറൊരു വലിയ ഉൽപ്പന്നമാണ് നമ്മുടെ പാല്. ഇന്ന് കേരളത്തിൽ ആകെ ചെലവഴിക്കുന്നതിന് 80% അല്ലെങ്കിൽ 75% പാല് കവർ പാലുകളാണ്. അത് നമ്മുടെ സർക്കാർ ഉൾപ്പെടെയുള്ള മിൽമ, അതുപോലെ പ്രാദേശിക തലത്തിലുള്ള ചില സ്വകാര്യ വ്യക്തികളുടെ ഒക്കെ ആയിട്ട് പല സംവിധാനങ്ങളുണ്ടെങ്കിലും പാലിലും വലിയൊരളവിൽ നമുക്ക് ഹാനികരമാവുന്ന രീതിയിലുള്ള ഉപയോഗക്രമമുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇന്ന് നഗരപ്രദേശങ്ങളിൽ കുറഞ്ഞതിനെ പോലെ തന്നെ നമ്മളെ ഭീതിപ്പെടുത്തുന്ന അളവിൽ ഗ്രാമപ്രദേശങ്ങളിലും പശു വളർത്തൽ കുറഞ്ഞിരിക്കുകയാണ്. ആരോഗ്യപരമായ ഭൂമിയുടെ നിലനിൽപ്പിനും മനുഷ്യരുടെ വളർച്ചയ്ക്കും സഹായിക്കുന്ന ഒരു ഘടകമാണ് പക്ഷിമൃഗാദികൾ. പണ്ട് കാലം മുതൽ വീട്ടുവളപ്പിൽ വിവിധ തരം പക്ഷികളെ വളർത്തിയിരുന്നു. ഇതിൽ പ്രധാനിയാണ് കോഴികൾ. നാടൻ കോഴിയും മുട്ടയും ആരോഗ്യ സംരക്ഷണത്തിന് നല്ലതാണ്. വളർത്തുപക്ഷികൾ പരിസരത്തെ ശത്രുകീടങ്ങളെ നശിപ്പിച്ച് നമുക്ക് ആവശ്യമായ പോഷകങ്ങളും തരുന്നു. ഇന്ന് പ്രത്യേകം സൃഷ്ടിച്ചെടുത്ത കോഴിയുടെ മുട്ടയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവയ്ക്ക് നാടൻ മുട്ടയുടെ ഗുണങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. ഒരു വീടിനാവശ്യമായ മാംസവും മുട്ടയും ലഭിക്കുവാൻ വീട്ടിൽ തന്നെ വിവിധ ഇനം വളർത്തുപക്ഷികളെ വളർത്തുന്നത് നല്ലതാണ്. പുതിയ തലമുറയിലെ സ്ത്രീകൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പം പശുപരിപാലനത്തിന് ആവശ്യമായിട്ടുള്ള ചെറിയ കോഴ്സുകളും കാര്യങ്ങളും വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ നടത്തുന്നുണ്ട്.
ആട് വളർത്താം, പശു വളർത്താം, അതുപോലെ മറ്റ് പല കാര്യങ്ങളിലുള്ള മൃഗസംരക്ഷണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മളുടെ ആളുകൾ ഇതിലേക്കൊന്നും തിരിയാറില്ല എന്നുള്ളതാണ്. ഇതിനുവേണ്ടി അനേകം പദ്ധതികളും കാര്യങ്ങളൊക്കെ അവിടെ നടത്തിയാൽ പോലും നമ്മൾ ശ്രദ്ധ ചെലുത്തണം. പൊതു സമൂഹമൊന്നും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുക എന്നുള്ളതിലുപരി നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ പഴയകാല ഔഷധ ഗുണങ്ങളെയുമൊക്കെ നിലനിർത്തുന്ന രീതിയിലുള്ള പശു വളർത്തൽ നമുക്ക് തുടരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാർഷിക മേഖലയിലുണ്ടായ സാമ്പത്തിക നഷ്ടങ്ങളാണ് റബ്ബർ കൃഷിയിലേക്ക് കർഷകരെ തിരിച്ചുവിട്ടത്. ഉയർന്ന വരുമാനം കൊണ്ട് നാണ്യവിളകളിൽ മുൻനിരയിൽ എത്താൻ റബ്ബറിന് സാധിച്ചു. ഇതോടെ കേരളത്തിലെ പാരമ്പര്യ കൃഷികളെല്ലാം നശിച്ചു. ഇതിനെ നിയന്ത്രിക്കുവാൻ സർക്കാർ തലത്തിലും നടപടിയുണ്ടായില്ല. ഇതേ തുടർന്നാണ് ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനം നിലച്ചുപോയത്. കൃഷികളെ സ്നേഹിക്കുകയും വ്യത്യസ്ത കൃഷിരീതികളിലൂടെ ജീവിക്കുകയും ചെയ്യുന്ന കർഷകരുടെ ഗ്രാമമാണ് മൂക്കന്നൂർ. സ്വന്തം കൃഷിയിടത്തിലെ വിളകൾ വിൽപ്പന നടത്തുന്നതിനും നാട്ടിലെ കർഷകരുടെ വിളകൾ ശേഖരിച്ച് കച്ചവടം നടത്തുന്നതിനുമായി കർഷകൻ്റെ കട ആരംഭിച്ചു. മൂക്കന്നൂരിലെ വിജയത്തിനു ശേഷം അങ്കമാലിയിലും കർഷകൻ്റെ കടയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഭാര്യയും സഹപ്രവർത്തകരും നൽകുന്ന പിന്തുണയും പ്രോത്സാഹനവുമാണ് ജൈവകൃഷിയുടെ വിജയത്തിന് കാരണം. ഉൾനാടൻ ഗ്രാമങ്ങളിൽ മാത്രമാണ് നെല്ലും പച്ചക്കറികളും കൂടുതലായി കൃഷി ചെയ്യുന്നത്. ലോകവിപണിയിൽ റബ്ബർ വില ഇടിഞ്ഞതോടെ റബ്ബർ കർഷകർ അടുത്ത പിന്മാറ്റം ചിന്തിച്ചു തുടങ്ങി. സംയോജിത സമ്മിശ്ര കൃഷിയിലൂടെ കാർഷിക രംഗത്ത് പിടിച്ചു നിന്നവർ ഇന്നും അവരുടെ കൃഷിരീതികൾ തുടരുകയാണ്. താൽക്കാലിക ലാഭം മാത്രം നോക്കി കൃഷി ചെയ്യുന്ന രീതിയിൽ നിന്ന് കർഷകർ മാറി നിൽക്കണം. കൂടാതെ വരും തലമുറയ്ക്ക് ഗുണകരമാകുന്ന കൃഷിരീതികൾ പിന്തുടരുകയും വേണം. 2015 വർഷം ലോകമാകമാനം മണ്ണ് വർഷമായിട്ട് ആചരിക്കുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് ലോകത്തിലെ 194 രാജ്യങ്ങളും ഇന്ത്യയൊക്കെ പ്രത്യേകിച്ച് മണ്ണ് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ കൃഷി വകുപ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മണ്ണ് സംരക്ഷണം ബേസിക്കായിട്ട് ജൈവ കൃഷിയിലൂടെയാണ് സാധ്യമാകുക. ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ ആഹരിക്കാനുള്ള ആഹാരം നമുക്ക് ലഭിക്കാതെ വന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഒരു ഹരിത വിപ്ലവം എന്ന രീതിയിൽ രാസവളങ്ങളുടെ ഉപയോഗം കൊണ്ടുവന്ന് എല്ലാവർക്കും ആഹരിക്കാനുള്ള ആഹാരം ഭൂമുഖത്ത് സൃഷ്ടിച്ചെടുക്കാനുണ്ടായി. പക്ഷേ പിൻകാലത്ത് അത് ക്രമാതീതമായിട്ടുള്ള ഉപയോഗമാണ് നമ്മുടെ മണ്ണിനെ സമ്പുഷ്ടമല്ലാതെ ആക്കി തീർത്തിട്ടുള്ളത്. ഈ ക്രമാതീതമായുള്ള ഉപയോഗം മൂലം നമ്മുടെ മണ്ണ് എത്രമാത്രം മലിനപ്പെട്ടിട്ടുണ്ടോ അത് തിരിച്ചു പിടിക്കേണ്ടത് ഇനി വരും തലമുറയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവികമായ വരദാനമാണ് പ്രകൃതി. മലകളും വനങ്ങളും കൃഷിയിടങ്ങളും നിറഞ്ഞ ഹരിതപൂർണമായ ഭൂമിയിൽ നിന്നും മാത്രമേ ജീവന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുവാൻ കഴിയൂ. നമുക്കാവശ്യമുള്ള പച്ചക്കറികൾ വീട്ടുവളപ്പിൽ തന്നെ വളർത്തിയെടുക്കുക എന്നത് ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നതിന് തുല്യമാണ്. ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനും കുടുംബകൃഷി അത്യാവശ്യമായി വന്നിരിക്കുന്നു. ഇതിൻ്റെ ഫലമാണ് ഇന്ന് കാണുന്ന ഗ്രോ ബാഗ് കൃഷി. സ്ഥലമില്ലാത്തവർക്കും ഗ്രോ ബാഗിലൂടെ കൃഷി നടത്താം. ടെറസിലുള്ള കൃഷിയിലൂടെ കുടുംബത്തിനാവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുവാൻ സാധിക്കുമെന്ന് തെളിയിച്ച കുടുംബിനികളും കുറവല്ല. കൃഷി ഒരു സംസ്കാരമാണെന്ന് ഞങ്ങൾ ഊന്നി പറയുമ്പോൾ തന്നെ കൃഷി ആദ്യം മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. മനസ്സിൽ ഒരു വിത്ത് മുളയ്ക്കുന്നതും അത് ഇലകളാകുന്നതും തളിരാകുന്നതും പടരുന്നതും പന്തലിക്കുന്നതുമൊക്കെ സ്വപ്നം കാണുന്നൊരു മനസ്സുള്ള ഏതൊരു മനുഷ്യനും നല്ലൊരു കർഷകനാണ്. കർഷകനൊരു കലാകാരനാണ്, കർഷകനൊരു സയൻറ്റിസ്റ്റാണ്, കർഷകനൊരു വിപണനവും വിതരണവും ഒക്കെ നടത്തുന്ന ആളാണെന്ന്
ഞങ്ങൾ ആവർത്തിച്ച് പറയുമ്പോഴും ഞങ്ങൾക്ക് 3 സെൻറ്റ് 4 സെൻറ്റ് സ്ഥലമുള്ളൂ, ഞങ്ങൾക്കൊരു വീടേ ഉള്ളൂ എന്ന് പറയുന്ന അനേകം മുഖങ്ങളെ ഞങ്ങളുടെ മുമ്പിൽ കാണാറുണ്ട്. അവർക്കൊക്കെ കൃഷി ചെയ്യാനും ബലമെടുക്കാനുമുള്ള ഒട്ടേറെ അവസരങ്ങൾ ഈ നൂതന സാങ്കേതിക വിദ്യ യുഗത്തിലുണ്ട്. പ്രധാനപ്പെട്ട കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പച്ചക്കറി വികസന പദ്ധതിയിലൂടെ കേരളത്തെ ആകമാനം ഇളക്കിമറിച്ച ഗ്രോ ബാഗ് കൃഷി ഇത് ചരിത്രത്തിൽ ഇടം നേടിയതെന്നാണ്. ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണ് ഭൂമി. എല്ലാത്തരം വൃക്ഷങ്ങളും മലനിരകളും പുഴകളും എല്ലാം നിറഞ്ഞ പ്രകൃതി. ഇവ ജനങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഇതിനെ നശിപ്പിക്കുമ്പോഴാണ് പ്രകൃതിയുടെ താളം തെറ്റുന്നത്. വനമേഖല സംരക്ഷിക്കപ്പെടുന്നതിലൂടെ കാലാവസ്ഥാ മാറ്റങ്ങളെ നിയന്ത്രിക്കാനാകും. വനസംരക്ഷണവും കൃഷി വളർച്ചയും രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും നിലനിൽപ്പിന് ആവശ്യമാണ്. പരിസ്ഥിതി മാറ്റങ്ങളെ മറികടക്കാൻ വൻ വൃക്ഷങ്ങളും ചെറുവൃക്ഷങ്ങളും കുറ്റിച്ചെടികളുമെല്ലാം വളർന്നു നിൽക്കണം. പ്രകൃതിയെയും മണ്ണിനെയും നശിപ്പിക്കാതെ കൃഷികൾ നടത്തി ആധുനിക ജീവിതശൈലി രൂപപ്പെടുത്തണം. ഇതിലൂടെ ആരോഗ്യമുള്ള ഒരു ജനതയെ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയും. സാഹചര്യങ്ങളാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. ഭൂമിയിൽ മനുഷ്യൻ പിറക്കുന്നത് തന്നെ മനുഷ്യന് അനുപേക്ഷണീയമായൊരു സാഹചര്യം ദൈവം ഒരുക്കി. അതാണ് ഫലസമ്പുഷ്ടമായ സഹജീവി സന്തുഷ്ടമായ നമ്മളുടെ ഏദൻ തോട്ടം. ആ ദൃഷ്ടാന്തത്തിൽ തന്നെ ദൈവം നമ്മെ ഒരുപാട് കാര്യം പഠിപ്പിക്കുന്നുണ്ട്. മണ്ണ് കുഴച്ചാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നത് തന്നെ മണ്ണിനോടും പ്രകൃതിയോടും മറ്റ് ജീവജാലങ്ങളോടുമുള്ള മനുഷ്യൻ്റെ പ്രതിബദ്ധതയെ ഉയർത്തി കാണിക്കുന്നതാണ്. ഈ പിൻകാലത്ത് ദൈവപുത്രൻ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോഴും മണ്ണ് കുഴച്ച് കണ്ണിൽ തേച്ച് മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് വെളിച്ചം സൃഷ്ടിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. നൂതന സാങ്കേതിക വിദ്യയിലൂടെ ആരോഗ്യവും ആദായകരവുമായ വിളവുകൾ സൃഷ്ടിക്കാൻ മണ്ണിനെയും പ്രകൃതിയെയും നശിപ്പിക്കാതെ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് കൃഷികൾ ചെയ്യാം.